ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ ഒരു ട്രിപ്പില്ലേ നമ്മൾ ഒട്ടും പ്ലാൻ ചെയ്തതല്ല, പെട്ടെന്ന് എടുത്ത തീരുമാനമായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്കൊരു കാര്യം പ്ലാൻ ചെയ്യാനോ ഒന്നിനും പറ്റിയിട്ടില്ല കേട്ടോ. ഞങ്ങൾ ചാലക്കുടിയിലായിരുന്നു കേട്ടോ എൻ്റെ വീട്ടില്. അപ്പൊ മൂവാറ്റുപുഴയ്ക്ക് പോവാന്നൊക്കെ ആയിരുന്നു. അപ്പൊ ഇക്കൊക്കെ പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ ആണ് നമുക്ക് അതിരപ്പള്ളി കൂടി പോവാന്ന്. അങ്ങനത്തെ നമ്മൾ പൊക്കോണ്ടിരിക്കുക. പോണോയ്ക്ക് നല്ല ഫ്രഷ് റംബൂട്ടാൻ കിട്ടിയപ്പോ കുറച്ച് മേടിച്ചു കേട്ടോ. ചുമ്മാ അത്ര നേരം നമ്മൾ വണ്ടിയിൽ വെറുതെ അവിടെ വരെ ഇരിക്കല്ലേ, അപ്പൊ കഴിക്കാലോ. അപ്പൊ നമ്മളെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ അതിരപ്പള്ളിന്ന് മലക്കപ്പാറ, മലക്കപ്പാറന്ന് വാൽപ്പാറ കൂടി മൂന്നാർക്ക്. അങ്ങനെ മൂന്നാർ എത്തിയിട്ട് മൂന്നാറിന്ന് അടിമാലി കൂടി വീട്ടിലോട്ട്. അപ്പൊ നമുക്ക് 3 ദിവസത്തെ ചെറിയൊരു ട്രിപ്പായിട്ട് പോവാന്ന് വിചാരിച്ചു. ശരിക്കും ഞാൻ പോയിപ്പോ ഈ ഒരു ട്രിപ്പ് ഇത്ര അടിപൊളിയായിരിക്കുന്ന ഒട്ടും പ്രതീക്ഷയില്ലാട്ടാ. അതെന്താന്ന് വെച്ചാ പെട്ടെന്ന് തീരുമാനിച്ചതായതുകൊണ്ടും നമുക്ക് ഇങ്ങനെ ഒന്നും സെറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ലല്ലോ. നമ്മൾ പോണോക്കി അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ. ഞങ്ങൾ ചില സ്ഥലത്തൊന്നും ഇറങ്ങിയില്ല കേട്ടാ. സന്ധ്യ ആവണതിന് മുമ്പ് നമുക്ക് ചെക്ക് പോസ്റ്റ് കിടക്കണം. അപ്പൊ ഒരു ചെക്ക് പോസ്റ്റിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 6 മണിക്ക് മുമ്പ് നമ്മൾ ആ കാട് കിടക്കണമെന്ന്. പിന്നെ സന്ധ്യ ആവാറാകുമ്പോഴേക്കും മൃഗങ്ങളൊക്കെ ഇറങ്ങില്ലേ, അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങിയില്ല കേട്ടാ. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ഉച്ച കഴിഞ്ഞൊരു 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടാ. പിന്നെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞപ്പോ കുറച്ച് കടകൾ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ നിർത്തി നല്ല ചൂട് പഴംപൊരി വാങ്ങിച്ചു. അങ്ങനെ വണ്ടിയിൽ നിന്ന് പഴംപൊരിയൊക്കെ കഴിച്ച് അങ്ങനെ പോയി. അതുപോലെ ഈ ലേസും ചക്രവും പിന്നെ വണ്ടിയിൽ നിന്ന് തിന്നാനൊക്കെ എന്താണ്ടൊക്കെ മേടിച്ചു. പിന്നെ എനിക്ക് ആ വെള്ളമൊക്കെ വന്നോടത്ത് ഇറങ്ങണം എന്നുണ്ടായിരുന്നു. ചെറുതായിട്ട് മഴച്ചാറ്റിലൊക്കെ ഉണ്ടായിരുന്നേ, അതുകൊണ്ട് പിന്നെ ഇറങ്ങിയില്ല. നല്ല രസമായിരുന്നു കേട്ടാ. അവിടെ നിന്ന് അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ കോടയൊക്കെ വന്നിട്ടേ സെറ്റ് സാധനം. പിന്നെ നല്ല തണവുണ്ടായിരുന്നു കേട്ടാ. മഴച്ചാറ്റിലുള്ളതുകൊണ്ട് പറയണ്ട. ഞാൻ ഈ ഒരു യാത്ര ഇത്രയ്ക്ക് അടിപൊളിയായിരിക്കുന്ന ഒരിക്കലും പ്രതീക്ഷയില്ല കേട്ടാ. ശരിക്കും നമുക്കത് ആസ്വദിച്ച് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റൂട്ടാ. പിന്നെ ഞങ്ങളാണ് ഈ പോണ വഴിക്ക് ആനയുണ്ടോ എന്ന് വെച്ച് പേടിച്ചായിട്ട് പോയത്. നമ്മൾ പിന്നെ ഒരു ആനേനെ കണ്ടില്ല. ഞങ്ങൾ എവിടെ പോയാലും ഒരു മൃഗത്തിനെ കാണാറില്ല കേട്ടാ. ഞങ്ങൾക്ക് മാത്രമാണ് എങ്ങനെയെന്ന് എനിക്കറിയില്ല. ഒരു ആനേനെങ്കിലും കാണണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതുപോലെ തന്നെ പേടിയുണ്ടായിരുന്നു കേട്ടാ. അപ്പൊ ഞാനാണ് ഇക്കാലത്ത് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക ആനേനെ കാണുന്നു. അപ്പൊ ഇക്ക പറയാ ആനേനെ കണ്ടു കഴിഞ്ഞതായിരിക്കില്ല അവസ്ഥന്ന്. ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോ ഇങ്ങോട്ട് തിരിച്ചു തന്നെ വണ്ടിക്കാര് പറഞ്ഞോട്ട് അവിടെ ആനയുണ്ട്. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും ഒരാനേനെ കണ്ടില്ല, ഒന്നും കണ്ടില്ല. ആന കീറിപ്പോയി തോന്നണേ. പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുന്തോറും കോട ഇങ്ങനെ കൂടി വന്നോണ്ടിരിക്കട്ടാ. പിന്നെ ദൂരേക്ക് അങ്ങോട്ട് കാണാണ്ടായി, അത്രയ്ക്കും കോട കൊണ്ട് മൂടിയിട്ടാ. പിന്നെ കുറച്ചേരം വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്തു. അവിടെയാണെങ്കിൽ ഫുൾ കോടയായിരുന്നു കേട്ടാ. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. പിന്നെ നല്ല തണവുണ്ടായിരുന്നു. പിന്നെ ഇവനെ പരിചയപ്പെടുത്തണ്ടല്ലോ, ഇവൻ ഞങ്ങളുടെ കുഞ്ഞു ബേബി. ഇവന്റെ പേര് അറിയാത്തൊരു ഇപ്പോഴും ഉണ്ട് കേട്ടാ. ഇവന്റെ പേര് സെയ്ദ് എന്നാണ്. ഞങ്ങളാണ് ഈ വീട്ടില് സെർക്കി പിന്നെ സായിദ് എന്നൊക്കെ വിളിക്കും. ഇപ്പൊ അവന് 6 മാസം കഴിഞ്ഞു. ഇത് ഒരു 5 മാസത്തിലൊക്കെ എടുത്ത വീഡിയോ കേട്ടാ. ഞാൻ ഇത് എഡിറ്റ് ചെയ്തിടാൻ കുറച്ച് വൈകി. ഞാനെന്നെ എഡിറ്റിങ്ങില് കുറച്ച് പിന്നാക്കാട്ടാ. 1 മാസം മുന്നെടുത്ത വീഡിയോ ഒക്കെ പയ്യായിട്ട് എഡിറ്റ് ചെയ്തിടുള്ളൂ. എന്നും മുടങ്ങാണ്ട് ഓരോ വീഡിയോ ഇടണമെന്ന് വിചാരിക്കും. പിന്നെ മടി പിടിച്ച് അങ്ങനെ ഇരിക്കും. അങ്ങനെ ദേ ഇപ്പൊ നമ്മള് അതിരപ്പള്ളിയും കഴിഞ്ഞ് മലക്കപ്പാറയും കഴിഞ്ഞ് വാൽപ്പാറ എത്താറായിട്ടാ. ഫുൾ കോടാന്ന് വെച്ചാൽ ഫുൾ കോടയാണ്. റോഡൊന്നും കാണാൻ പറ്റണില്ല. 2 സൈഡിലും ഫുൾ തേയിലത്തോട്ടാട്ടാ. നമുക്കതൊന്നും കാണാൻ പറ്റണില്ല. നമ്മളിങ്ങനെ സൂക്ഷിച്ച് നോക്കണം എന്തെങ്കിലും കാണണമെങ്കിൽ. പിന്നെ തണവിന്റെ കാര്യം പറയണ്ടല്ലോ, ഒരു രക്ഷയില്ല. അങ്ങനെ ദേ ഇപ്പൊ നമ്മൾ വാൽപ്പാറ എത്തി. ആദ്യം പോയി റൂം എടുക്കാട്ടോ ചെയ്തത്. ദേ ഇതാട്ടോ നമ്മളെടുത്ത റൂം. എനിക്ക് വലിയ ഇഷ്ടമൊന്നും ആയില്ല, എന്നാലും ഈ രാത്രി ഇതൊക്കെ കിട്ടൂ. ഞങ്ങൾ വാൽപ്പാറ എത്തിപ്പിക്കും ഒരു 7-8 മണിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടാ. പിന്നെ അത് ഞാൻ റൂമിലെത്തിയപ്പോ തന്നെ കൊച്ചിന് തണുക്കാണ്ടിരിക്കാനുള്ള ഡ്രസ്സ് അപ്പൊ തന്നെ ഇടിച്ചു കൊടുത്തു കേട്ടാ. പിന്നെ ഞങ്ങളാണ് ഒത്തിരി രാത്രിയാവാൻ നിന്നില്ല, ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടാ. ഞങ്ങള് ഫുഡ് പാഴ്സൽ മേടിച്ചിട്ട് റൂമിൽ കൊണ്ട് കഴിക്കാട്ടോ ചെയ്തത്. ചിക്കൻ 65ഉം ഫ്രൈഡ് റൈസും ആട്ടോ മേടിച്ചേ. പിന്നെ ഞാൻ പുറത്ത് എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ ഫ്രൈഡ് റൈസ്, നൂഡിൽസ് അതുപോലത്തെ സംഭവങ്ങളായിട്ട് മേടിച്ച് കഴിക്കാറ്. അതാവുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവാറില്ല. പക്ഷെ ഇത് ഭയങ്കര ഷോക്കായിരുന്നു. വായിൽ വെക്കാൻ കൊള്ളായിരുന്നു. ഞാൻ ആദ്യമായിട്ടായിരിക്കും ഒരു ഫ്രൈഡ് റൈസ് കിട്ടിയിട്ട് അത് ഫുള്ള് കഴിക്കാണ്ടിരുന്നേ. ഞങ്ങളുടെ ഫുഡിൻ്റെയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ദൈവം നല്ല ഉറക്കായിട്ടാ. വണ്ടി പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കണമായിരുന്നു. പിന്നെ ഞങ്ങൾ പോയിട്ട് വണ്ടിയിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തോണ്ട് വന്നു. പിന്നെ ഒരു ഉറക്കം, രാവിലെ നേരത്തെ എണീക്കേണ്ടതല്ലേ.
അങ്ങനെ ഉറക്കൊക്കെ എണീറ്റ് ദേ രാവിലെ തന്നെ നമ്മൾ ഇറങ്ങിയേക്കാട്ടോ. ഞങ്ങളാണെങ്കിൽ ചായ കുടിക്കാൻ പറ്റിയൊരു കട നോക്കി നടക്കാട്ടാ. പിന്നെ രാവിലെ തന്നെ ആയതുകൊണ്ട് കടകളൊന്നും അങ്ങനെ തുറന്നിട്ടില്ല. പിന്നെ നല്ല ഭംഗിയായിട്ട സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട്. ഇതിപ്പോ നിങ്ങക്ക് കാണാൻ മനസ്സിലാവില്ല എത്രത്തോളം ഭംഗിയുണ്ടെന്ന്. ചെറിയ ചാറ്റൽ മഴയും ആ തണവും ഉഫ് ഒരു രക്ഷയില്ല. അങ്ങനെ ഇപ്പൊ നമ്മള് ഷോളയാർ ഡാമിന്റെ ഫ്രണ്ടിലെത്തി. ഇന്നലെ രാത്രി നമ്മൾ ഇതിൽ കൂടെ കടന്നു പോയതാട്ടോ. അപ്പൊ രാത്രി ആയതുകൊണ്ട് നമുക്കൊന്നും കാണാനൊന്നും പറ്റിയില്ല. അതുകൊണ്ടാണ് രാവിലെ തന്നെ ഇങ്ങോട്ട് വന്നത്. പിന്നെ എന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ചായക്കട ഉണ്ടായിരുന്നു. അങ്ങനെ ചായ കുടിക്കാന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുക. രാവിലെ തന്നെ ചെയ്യുന്നുണ്ട് ഒരു മനുഷ്യന്മാരുണ്ടായില്ല കേട്ടോ അവിടെ. അങ്ങനത്തെ ബ്രെഡ് ഓംലേറ്റും ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഏതോ കാടിന്റെ കുള്ളിക്കൂടെയൊക്കെ ആയിട്ടാ പോയത്. എനിക്കാണെങ്കിൽ സ്ഥലമൊന്നും അറിയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ ഫോണൊക്കെ എടുത്ത് വെച്ച് ഒരു ഉറക്കം ഉറങ്ങി. ഉറക്കം എണീറ്റ് തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടാട്ടോ. അപ്പേക്ക് ഉച്ചയ്ക്ക് ആയിണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു കടയിൽ കയറി അടിപൊളി ഊണും മീൻ വറുത്തൊക്കെ വാങ്ങിച്ചു. മറയൂർ എത്തിയപ്പോഴാട്ടോ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയത്. ദേ ഈ കാണുന്ന മൊത്തം ചന്ദനക്കാടാട്ടോ. രണ്ട് സൈഡും ദേ ഇങ്ങനെ കമ്പിവേലി ഇട്ട് അവര് മറിച്ചേക്കാട്ടോ. ഞാൻ ഇതൊക്കെ ആദ്യമായിട്ടോ കാണണേ. എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അങ്ങനത്തെ ഇപ്പൊ നമ്മൾ പോയി മൂന്നാറെത്തിയപ്പോ ഒരു സമാധാനമായിട്ടാ. ഞാനാണെങ്കിൽ നമ്മൾ ആ കാട്ടിക്കോടൊക്കെ വന്നപ്പോല്ലേ കൊറേ ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല. ഒന്നാമത്തെ തന്നെ ഫോണിൽ സ്റ്റോറേജ് ഒട്ടും ഇല്ല. പിന്നെ വലിച്ചു നീട്ടി നിങ്ങൾ ബോറടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു. മൂന്നാർ എത്തിയപ്പോ തന്നെ നമുക്ക് ആകെ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു. നമ്മളിതേ പോയി റൂമൊക്കെ എടുത്തു. എന്നിട്ട് ഇതേ ഞങ്ങളൊരു സിനിമയൊക്കെ കണ്ട് റെസ്റ്റ് എടുത്തിട്ട് രാത്രി ആയപ്പോഴാട്ടോ പുറത്തിറങ്ങിയേ. രാത്രി പുറത്തിറങ്ങിയത് വേറെ ഒന്നിനും വേണ്ടിയല്ല, ഫുഡ് അടിക്കാൻ വേണ്ടിട്ടാ. ഞങ്ങള് നല്ല കട നോക്കിയിട്ട് കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നുട്ടാ. പിന്നെ മൂന്നാർ ടൗണൊക്കെ ഒന്ന് കാണാലോ. അങ്ങനെ ചുറ്റിക്കറങ്ങി ഒരു തട്ടുകടയിൽ കയറി. തണുത്തണ്ടാണ് ഈ പുറത്തിറങ്ങാൻ പറ്റണ്ടായിരുന്നില്ല കേട്ടാ. റൂമിൽ വെച്ച് ചെരുപ്പിടാണ്ട് കാല് നിലത്തൂത്താനേ പറ്റണ്ടായിരുന്നില്ല. അത്രയ്ക്ക് തണവുണ്ടായിരുന്നു. അവിടെ ഇരുന്ന് കഴിക്കാൻ ഒരു മൂടില്ലാത്തനം ഞങ്ങൾ ഫുഡ് പാഴ്സൽ വാങ്ങി റൂമിലോട്ട് പോട്ടെ ചെയ്തത്. പിന്നെ ഒരു കടയില് റൂമിൽ നിന്ന് എന്തെങ്കിലും കുറയ്ക്കാനായിട്ട് മേടിക്കാൻ വേണ്ടി കയറിയിട്ടാ. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ച് ഞങ്ങൾ നേരെ റൂമിലേക്ക് വിട്ടു. രാത്രി ആയതുകൊണ്ടും നല്ല തണവുള്ളതുകൊണ്ടൊക്കെ അധികം നേരം അവിടെ നിന്ന് കറങ്ങാനൊന്നുമില്ല കേട്ടാ. അങ്ങനെ തിരിച്ച് നമ്മൾ റൂമിലെത്തി. ദേ ഇതൊക്കെയാണ് നമ്മൾ മേടിച്ച ഫുഡും സാധനങ്ങളൊക്കെ. അങ്ങനെ ടിവിയും കണ്ട് ഇതൊക്കെ ഇരുന്ന് കഴിച്ച് ഒരു 10 മണി 10:30 നമ്മൾ ഉറങ്ങിയിട്ടാ. തട്ടുകടയിൽ ഫുഡ് ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടാ. അങ്ങനത്തെ ഒരു ഉറക്കൊക്കെ ഉറങ്ങി രാവിലെ എണീറ്റു. പിന്നെ നമുക്ക് രാവിലെ ഇവിടുന്ന് ബൊഫേ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിക്കാൻ പോയി. എനിക്ക് ഫുഡൊന്നും വലിയ ഇഷ്ടമായില്ല കേട്ടാ. ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഫുഡടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി നമ്മൾ മൂന്നാർ കറങ്ങാൻ വേണ്ടി ഇറങ്ങിയിട്ടാ. ചെറുതായിട്ട് ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് മാറിയിട്ടാ. 2-3 വ്യൂ പോയിന്റിൽ നിർത്തി സ്ഥലമൊക്കെ കണ്ട് നമ്മൾ അങ്ങോട്ട് പോയി. പിന്നെ നമ്മൾ പോയത് എലിഫന്റ് പാർക്കിലാട്ടോ. അവിടെ വെച്ച് എനിക്ക് ആനയുടെ മുകളിൽ കയറണമെന്നുണ്ടായിരുന്നു കേട്ടാ. അപ്പൊ അവിടെ ചെറുതായിട്ട് മഴ പെയ്യുണ്ടായിരുന്നു. അതുകൊണ്ട് കയറിയില്ല. പിന്നെ കൊച്ചുണ്ടല്ലോ കൂടെ. അപ്പൊ പിന്നെ ഒരു ദിവസം വരാന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടുന്ന് പോന്നു കേട്ടാ. ഏതായാലും ഇനി മൂന്നാർ പോകുമ്പോ അവിടെ കയറുന്ന ഉറപ്പിച്ചിട്ടാണ് പോന്നേ. പിന്നെ മൂവാറ്റുപുഴന്ന് വലിയ ദൂരം ഇല്ലല്ലോ. ഒരു ദിവസം കൊണ്ട് പോയി വരാമെന്നല്ലേ ഉള്ളൂ. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് മാട്ടുപ്പെട്ടി ഡാമിലേക്കാട്ടോ. മൂന്നാർ ഒരുപാട് സ്പോട്ടിലൊന്നും ഞങ്ങൾ പോയില്ല. 2 ദിവസം ആയപ്പോഴേക്കും ആകെ വയ്യാണ്ടായി. എന്നിട്ട് ഞങ്ങൾ ഉപ്പിലിട്ട മാങ്ങയൊക്കെ മേടിച്ച് ഞങ്ങൾ പയ്യങ്ങനെ നടന്നു. പിന്നെ ഒരു ഗെയിമൊക്കെ കളിച്ചു. ഞാൻ ഒരു ബലൂൺ പൊട്ടിച്ചുട്ടാ. ഇക്ക 2-3 പൊട്ടിച്ചു. പക്ഷെ നമുക്ക് ഒന്നും കിട്ടുമൊന്നുമില്ല. വെറുതെ നമുക്കിങ്ങനെ ഷൂട്ട് ചെയ്യാന്ന് മാത്രം. പിന്നെ അതിൽ കൂടെ ഓരോന്ന് തിന്നും പറക്കി നടന്നു കൂട്ടാ. ഈ ഇരിക്കണ കടല, മാഗി, പൊട്ടാറ്റോ റോള്, ചോളം അതുപോലെ എന്താണ്ടൊക്കെ മേടിച്ച്. ചെറിയൊരു മഴക്കാറ് പോലെയുള്ള കാരണം നമ്മൾ എവിടെ അധികം നേരം നിന്നില്ല കേട്ടാ. കൊച്ചു കൂടിയുള്ളതുകൊണ്ട് എല്ലാ സ്ഥലത്തും കയറി ഇറങ്ങി പെട്ടെന്ന് പോന്നു. പിന്നെ മൂന്നാർ വന്നിട്ട് ചോക്ലേറ്റ് വാങ്ങാണ്ട് പോയാൽ ശരിയാവില്ലല്ലോ. എന്നിട്ട് ഞങ്ങളൊരു കടയിൽ കയറി കുറച്ച് ചോക്ലേറ്റ് ഒക്കെ വാങ്ങി. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്കാട്ടാ പോണേ. ഇതേ പോണോക്കി ക്യാരറ്റ് ഇരിക്കണ്. അപ്പോൾ 2 കെട്ട് ക്യാരറ്റും മേടിച്ചു. അങ്ങനെ ഇതേ പോണോക്കി ഒരു കടയിൽ കയറി ഫുഡും കഴിച്ച് നേരെ വീട്ടിലേക്ക് വിട്ടുട്ടാ. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ. ഇത്രേ ഉള്ളൂ നമ്മുടെ 3 ദിവസത്തെ ചെറിയൊരു ട്രിപ്പ്. അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങൾ ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.